പക്ഷിപ്പനിയെ തുടർന്ന് കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാരം നൽകാതെ മൃഗസംരക്ഷണ വകുപ്പ് ലക്ഷക്കണക്കിന് താറാവുകളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കിയത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാര തുകയുടെ ആനുപാതികമായി സംസ്ഥാന സർക്കാർ ഫണ്ട് വകയിരുത്താത്തതാണ് നഷ്ടപരിഹാരം വൈകുന്നതിന് കാരണം. പക്ഷിപ്പനി മൂലം താറാവ്, കോഴി, കാട എന്നീ പക്ഷികളുടെ കള്ളിംഗ് നടത്തി കർഷകരുടെ ജീവിതം ദുരിതത്തിലേക്ക് തള്ളിയിട്ടിട്ട് 9 മാസം കഴിഞ്ഞിരിക്കുന്നു. നഷ്ടപരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ വിഹിതമായ 3 കോടി രൂപ നൽകിയിട്ട് 3.5 മാസം പിന്നിടുകയാണ്. സംസ്ഥാന സർക്കാർ നൽകേണ്ട 40% തുക നാളിതുവരെയായിട്ടും നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാർ 3 കോടി രൂപയും സംസ്ഥാന സർക്കാർ വിഹിതമായി 2 കോടി രൂപയുമാണ് നഷ്ടപരിഹാര തുകയായി പ്രഖ്യാപിച്ചത്. മൃഗസംരക്ഷണ വകുപ്പ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ധനകാര്യ വകുപ്പ് പണം ലഭ്യമാക്കിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇതിനുള്ള പൈസ അവരുടെ വിഹിതം കൊടുത്തു. കാര്യം ഇത് 60:40 എന്ന റേഷ്യോയിലാണ് കേന്ദ്ര ഗവൺമെൻറ് 60, 40% സംസ്ഥാന ഗവൺമെൻറ്. ആ 60% തുക വന്നിട്ട് ഇപ്പോൾ 3.5 മാസമായി. ഇതുവരെയായിട്ടും കേരളത്തിൻ്റെ വിഹിതം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പാവപ്പെട്ട കർഷകർക്ക്, കള്ളിങ് നടത്തിയ കർഷകർക്ക്, അവർക്ക് ആർക്കും സമ്പത്ത് അതിനുള്ള നഷ്ടപരിഹാരം കിട്ടുന്നില്ല. കിലോയ്ക്ക് 500 മുതൽ 700 രൂപ വരെ വില വരുന്ന കുട്ടനാടൻ താറാവുകൾക്കാണ് നഷ്ടപരിഹാരമായി 200 രൂപ വില സർക്കാർ നിശ്ചയിച്ചത്. പക്ഷിപ്പനി വ്യാപകമായതിനെ തുടർന്ന് ആലപ്പുഴയിൽ താറാവ് കൃഷിക്ക് പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 9 മാസമായി മുട്ട വിൽപ്പനയിലുണ്ടായ നഷ്ടം വേറെയും. നിരോധനം അവസാനിച്ചുവെങ്കിലും ഇപ്പോഴുള്ള താറാവ് കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പാകമാകുമ്പോഴേക്കും ഈസ്റ്റർ അടക്കമുള്ള വിപണി അവസാനിച്ചിരിക്കും. താറാവ് കൊന്നതിൻ്റെ പൈസ ഞങ്ങൾക്ക് എത്രയും വേണം. ഞങ്ങളിനി ആത്മഹത്യ അല്ലാതെ രക്ഷയില്ല. ആലപ്പുഴയിൽ ഞങ്ങൾ വിഷപടിച്ച് ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താറാവ് കർഷകർക്ക് വായ്പ നൽകാൻ ഒരു ബാങ്കും തയ്യാറല്ല. പലിശയ്ക്ക് കടം കൊടുക്കുന്നവരിൽ നിന്നും കടമെടുത്താണ് പല കർഷകരും കൃഷി നടത്തുന്നത്. കടം വീട്ടാൻ കഴിയാതെ വന്നതോടെ കർഷകർ വലിയ കടക്കണിയിലാണ്. പട്ടിണി മരണങ്ങളും ആത്മഹത്യയുമല്ലാതെ മറ്റൊരു മാർഗവും ഇവർക്കില്ല. തീൻമേശയിൽ താറാവിറച്ചി ആഗ്രഹിക്കുന്നവർ പക്ഷേ താറാവ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ അന്തട നടിക്കുകയാണ്. അപ്പർ കുട്ടനാട്ടിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.